2022 കേരള കാവുകൾ സംരക്ഷണ വികസന അതോറിറ്റി രൂപീകരണ ബിൽ ശ്രീ അനൂപ് ജേക്കബ് MLA നോട്ടീസ് നൽകിയത്. ശ്രീ അനൂപ് ജേക്കബ്, അങ്ങേക്ക് 2022 കേരള കാവുകൾ സംരക്ഷണ വികസന അതോറിറ്റി രൂപീകരണ ബില്ലിൻ്റെ അവതരണ അനുമതിക്ക് ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2022 കേരള കാവുകൾ സംരക്ഷണ വികസന അതോറിറ്റി രൂപീകരണ ബില്ലിന് അവതരണാനുമതി നൽകണം ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. വനം വന്യജീവി വകുപ്പ് മന്ത്രി സംസാരിക്കാവുന്നതാണ്. സർ, കേരളത്തിലെ കാവുകൾ സംരക്ഷണ വികസന അതോറിറ്റി ബില്ലാണ് സ്വകാര്യ ബില്ലായി ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം തന്നെ സംരക്ഷിത മേഖലയ്ക്ക് പുറത്തു കാണപ്പെടുന്ന ജൈവവൈവിധ്യ പ്രാധാന്യമുള്ള കാവുകളെ സംരക്ഷിക്കുന്നതിന് വിവിധ വകുപ്പുകൾ വിവിധങ്ങളായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കാവുകളെ സംരക്ഷിത മേഖലയായി കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. ആയതിനാൽ ബഹുമാനപ്പെട്ട അംഗം ശ്രീ അനൂപ് ജേക്കബ് അവതരണാനുമതി നേരിട്ടുള്ള കാവുകൾ സംരക്ഷണ വികസന അതോറിറ്റി ബിൽ ഈ ഘട്ടത്തിൽ പരിഹരിക്കേണ്ടതില്ല, ഇത് നിരാകരിക്കേണ്ടതാണ്. ശ്രീ അനൂപ് ജേക്കബ്, അങ്ങേക്ക് ഹ്രസ്വമായ ഒരു പ്രസ്താവന ചെയ്യാവുന്നതാണ്. സർ, ഇവിടെ കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ഗവൺമെൻറ്റിനും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതാണ് മന്ത്രി നേരത്തെ സൂചിപ്പിച്ചത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ അത് നടക്കുന്നു എന്ന നിലയിൽ പറഞ്ഞത്. റവന്യൂ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ അനിവാര്യത ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു നിയമത്തിൻ്റെ അഭാവമുള്ളത് കാവുകളുടെ ശോഷണത്തിന് ഇടയാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കാവുകൾ സംരക്ഷണ വികസന അതോറിറ്റി രൂപീകരണ ബില്ല് എന്ന നിലയിൽ ഇത് അവതരിപ്പിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതും. ഇപ്പോൾ അങ്ങേക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായൊരു നിയമം ഇന്ന് നിലവിലില്ല. ഇപ്പോൾ വനം വകുപ്പിന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലാണ്, സ്റ്റേറ്റ് ആക്ട് അനുസരിച്ചാണെങ്കിലും ഈ കാവുകൾ അതിൻ്റെ പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സംരക്ഷണ രീതിയിൽ ഇതിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതകൾ വളരെ വലുതാണ്. വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഒരു പുണ്യ കേന്ദ്രങ്ങളാണ് നമ്മുടെ കാവുകൾ. ജൈവ വൈവിധ്യത്തിൻ്റെ നിറഞ്ഞ കലവറയുമാണ് സർ ഈ കാവുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത് അത് പലതരത്തിൽ നമ്മുടെ അതിൻ്റെ വിസ്തീർണം കുറഞ്ഞു വരുന്നു എന്നത് ഇന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒന്നാണ്. സർ, ഇതിനെ വിശുദ്ധ വനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ പേരുകളിൽ ഈ കാവുകൾ പറയപ്പെടുന്നു. സർ, കാവുകൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും സൂക്ഷ്മജീവികൾക്കും സ്വാഭാവിക ആവാസ സ്ഥാനം നൽകിക്കൊണ്ട് അത് പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുകയാണ്. ഔഷധ സസ്യങ്ങളുടെയും കലവറയാണ് നമ്മുടെ കാവുകൾ. സർ, ഇത് നമ്മുടെ പൂർവികർ ശ്രദ്ധാലുക്കളായതുകൊണ്ട് ഇന്ന് ഈ നിലയിലേക്ക് വന്നു. ഞാനതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. ഒരു നിയമത്തിൻ്റെ അപാകത ഉള്ളത് ഇന്നിവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആകൃതിയിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും വൈവിധ്യം പുലർത്തുന്ന നിരവധി കാവുകൾ കേരളത്തിലുണ്ട്. ഓരോ തലത്തിലും ഓരോ രീതിയിലാണ്, ഓരോ പ്രദേശത്തും ഓരോ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് ജൈവവൈവിധ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ പഠനവും ഇതിനോടനുബന്ധിച്ച് നടത്തേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ ഒരു പഠനം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു ആധികാരികമായ പഠനം നടന്നിട്ടില്ല. ചില പഠനങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാറേ, ഈ കാവുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രകൃതിയെ തന്നെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിൽ ഇരിങ്ങോൾ കാവ് ഏഷ്യയിലെ ഏറ്റവും വലിയ കാവാണ്. അപ്പോൾ ഈ കാവ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അവിടെ ഈ കാവിൻ്റെ ഉള്ളിൽ ദുർഗാദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ ഫലമായി മാറിയപ്പോൾ അവിടെയുള്ള ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രതിഷ്ഠ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പറയുന്നത് അവിടെയുള്ള ഒരു വിറുക പോലും കാട്ടിൽ നിന്ന്, ആ വലിയ കാവിൻ്റെ കാട്ടിൽ നിന്ന് ആരും എടുത്ത് കളയത്തില്ല. അപ്പോൾ ഈ കാവുകൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ നിർമ്മാണങ്ങൾ കൊണ്ടുവരാതിരിക്കുക, ഉള്ളത് അതുപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണോ അങ്ങ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? അത് ഇതിൽ സർ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ആസാമിലാണ്. ആസാം കഴിഞ്ഞാൽ മഴ കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷേ മഴ വിട്ടുമാറിക്കഴിഞ്ഞാൽ കഠിനമായ വരൾച്ചയും കുടിവെള്ളക്ഷാമവും അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. യഥാർത്ഥത്തിൽ കാവുകളുടെ നശീകരണം കൂടി ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുന്നതിനിടയാക്കിയിട്ടില്ലേ? അക്കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആ കാര്യം എൻ്റെ പ്രസംഗത്തിൽ പറയാനിരുന്നൊരു ഭാഗമാണ് അങ്ങോട്ട് സൂചിപ്പിച്ചത്.
ഇവിടെ ഞാനിപ്പോൾ ശ്രീ എൽദോസ് സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രദേശങ്ങളിലും വൈവിധ്യമാർന്ന നിലയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഈ കാവുകൾ സംരക്ഷിക്കപ്പെട്ട് ഇന്ന് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ അത് ഉണ്ടാവാത്ത സാഹചര്യം വരുന്നു എന്നത് ഗവൺമെൻറ് ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ചെറുതും വലുതുമായി 10,000-കണക്കിന് കാവുകളുണ്ട്. ഇതിൻ്റെ ഒരു കണക്കില്ല. കണക്ക് പല രീതിയിലാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഒരു ഗവൺമെൻറ് കണക്കനുസരിച്ച് 1062 കാവുകളാണ് കേരളത്തിലുള്ളതെന്നാണ്. 1062 കാവുകളൊന്നുമല്ല, അതിൻ്റെ 5-10 ഇരട്ടി കാവുകൾ കേരളത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സമഗ്രമായ ഒരു കണക്കെടുപ്പ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ പഠനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പല കാവുകളെ സംബന്ധിച്ചുള്ള റവന്യൂ രേഖകൾ അപര്യാപ്തമാണ്. അതിരുകൾ നിർണ്ണയിക്കപ്പെടാതെ നിൽക്കുന്ന കാവുകളുണ്ട്. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പലപ്പോഴും കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ റവന്യൂ രേഖകളുടെ അഭാവം നിലനിൽക്കുന്നു. റവന്യൂ രേഖകളുടെ അഭാവം ഒഴിവാക്കാൻ വേണ്ടി പലപ്പോഴും വിവിധ വകുപ്പുകളുടെ ഏകോപനം വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പുരാവസ്തു വകുപ്പ് ഉൾപ്പെടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് അടക്കം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഇതിൻ്റെ രേഖകൾ കൃത്യമായി എടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഹെഡ് വെച്ചിരിക്കുന്ന റവന്യൂവിലും ദേവസ്വത്തിലുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ കുളങ്ങളുടെ സംരക്ഷണത്തിന് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കും. ഫണ്ട് കൂടുതൽ അതിലേക്കാണ് മാറിപ്പോകുന്നത്. ഈ കാവുകളുടെ സംരക്ഷണത്തിന് ആവശ്യമായ തുക മാറ്റിവെക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അവിടെയാണ് ഇതിനെ പ്രത്യേകമായ നിലയിൽ ഇതിനൊരു നിയമം കൊണ്ടുവന്നുകൊണ്ട് ഇതിനൊരു അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് സംരക്ഷണം കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ ഇവിടെ ഇത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിയമം വേണ്ട എന്ന് അങ്ങ് പറയുമ്പോൾ നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു നിയമം ഇതിന് അനിവാര്യമാണ്, ഇതിന് പ്രത്യേക വകുപ്പ് തന്നെ നിയോഗിക്കണമെന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിയമം നിർമ്മാണം നടത്തുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതല്ല സാർ, ഒരു കാര്യം ഇതിനകത്ത് ഈ പണ്ട് നേരത്തെ പറയുന്നത് കാവ് തീണ്ടരുതെന്ന് പറയും. യഥാർത്ഥത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ലായിരുന്നു. അങ്ങ് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. കേരളത്തിൻ്റെ അതെ, അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. അവിടുത്തെ ആ പ്രദേശത്തെ വെള്ളമില്ലാതാകുമെന്നാണ്. അല്ലാതെ അതിനകത്ത് വേറെ അന്ധവിശ്വാസമല്ല സത്യം. നമ്മൾ പലതും ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. സത്യത്തിൽ ഒരു നാടിൻ്റെ ജൈവ വൈവിധ്യത്തെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു പഴയ തലമുറയുടെ വലിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരുന്നു ആ പ്രദേശത്തുള്ള എല്ലാ സ്പീഷീസിനെയും അവിടെ എത്തിച്ചുകൊണ്ട് കാവ് പോലെ സംരക്ഷിക്കുക എന്നുള്ളത്. അതായത് അത് വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമല്ലായിരുന്നു, അവരുടെ ഒരു വലിയ പരിസ്ഥിതി ബോധത്തിൽ നിന്നുണ്ടായതാണ് സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം പറയും. ഞാനൊരു അനുഭവസ്ഥനായതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും കാവുകളുണ്ട്, പക്ഷേ ഇതിന് രേഖകളില്ല. കാരണം ഓരോ തറവാട്ടുകാർ പണ്ട് അവരുടെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം കാവിനായിട്ട് മാറ്റിവെക്കും. അത് പിന്നീട് രേഖകളൊന്നുമില്ല, അത് വസ്തുക്കളൊക്കെ വീതം വെച്ച് പോയി. അതുകൊണ്ട് അങ്ങ് ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. സത്യത്തിൽ അതിന് രേഖയുണ്ടാക്കി. കാരണം സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം സംരക്ഷണത്തിന് കിട്ടുകയില്ല. കാരണം ചോദിച്ചാൽ ഡോക്യുമെൻ്റ് കയ്യിലില്ല. കാരണം ഇത് പഴയ എത്രയോ തലമുറകൾക്ക് മുമ്പ് കൊടുത്തതായിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് വളരെ പ്രാധാന്യമാണ് സത്യത്തിൽ സംരക്ഷിക്കേണ്ടത്. ഒരുപാട് സ്പീഷീസുകൾ നഷ്ടപ്പെട്ടു പോയത് പല കാവുകളിലും സത്യത്തിലുണ്ട്. സാർ ബഹുമാനപ്പെട്ട പ്രൊഫസർ ജയരാജ് മെമ്പർ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നത്. പക്ഷേ കാവുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടിയ ചില നടപടിക്രമങ്ങൾ സർക്കാർ ഇതിനകം തന്നെ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാവുകളെ സംരക്ഷിക്കാനുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ വ്യക്തമാക്കി, ഇതിനൊരു സമഗ്രമായ നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ അത് വേറെ ഘട്ടത്തിൽ ആലോചിക്കാം. ഈ ഘട്ടത്തിൽ അത് പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് നിരാകരിക്കണമെന്നാണ് ഞാൻ സഭയോട് ആവശ്യപ്പെട്ടത്. ശാസ്ത്രീയമായ ടൂറിസം, ഈ റിസോർട്ടുകൾ ഉണ്ടാക്കുന്നതും മറ്റും ഇത്തരം കാവുകളൊക്കെ വെട്ടിനശിപ്പിക്കാൻ, മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്നതൊക്കെ കാരണമാകുന്നുണ്ടോ എന്നുള്ളതും, അതുകൊണ്ടാണ് ഈ വാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നതിനൊക്കെ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നതാണെന്നുള്ളതും കൂടി അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? യെസ്, ഇവിടെ ഇപ്പോൾ ജയരാജ് സാർ സൂചിപ്പിച്ച പോലെ പൂർവികരായിട്ട് ചില കാര്യങ്ങൾ വളരെ കൃത്യമായി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അവരുടെ ആ ഒരു ദീർഘവീക്ഷണവും അവരുടെ അത്തരത്തിലുള്ള ഇടപെടലുകളുമാണ് ഈ കാവുകൾ സംരക്ഷിക്കപ്പെട്ട് ഇന്ന് നിലനിൽക്കുവാനുള്ള സാഹചര്യം വന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കുന്നത് സംരക്ഷണത്തിന് വേണ്ടി വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള തുക അപര്യാപ്തമാണ് എന്നുള്ള ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഞാൻ വായിച്ചു. ആ പരിമിതമായ ഹെഡിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് പ്രത്യേകമായ നിലയിൽ നമുക്കിതിന് കൂടുതൽ ഗൗരവത്തോടെ നമുക്കിവിടെ കാണേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒപ്പം തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇപ്പോൾ BMCകൾ വഴിയാണ് ഇതിൻ്റെ ഒരു സംരക്ഷണം ഏതെങ്കിലും നിലയിൽ നമുക്ക് നടത്താൻ കഴിയുന്നത്. അവരുടെ പ്രവർത്തന മേഖല വളരെ പരിമിതമാണ്. അവർക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്.
അപ്പോൾ ആ ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സംരക്ഷണത്തിന് പൂർണ്ണ തോതിൽ നമുക്ക് എത്തിച്ചെടുക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബഹുമാനരായ അംഗങ്ങൾ സൂചിപ്പിച്ച പോലെ സ്വകാര്യ വ്യക്തികളുടെ ട്രസ്റ്റുകളുടെ പേരിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആധികാരികമായ രേഖ പലപ്പോഴും മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ നേരത്തെ തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരുന്നൊരു വിഷയമാണ്. വനസംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, എന്നാൽ കാവ് സംരക്ഷണത്തിന് ആവശ്യമായ പ്രാധാന്യമോ പ്രാമുഖ്യമോ കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഈ ഒരു നിയമമായി കൊണ്ടുവന്ന് മുമ്പോട്ട് പോവേണ്ട സമയമായിരുന്നു. അതിലേക്ക് കടക്കാതെ പോയി എന്നുള്ളത് തികച്ചും ദുഃഖകരമായ ഒന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇന്ന് കൂടുതൽ പ്രോമിനൻസോടെ ഈ ഒരു വിഷയത്തെ നമുക്ക് ഏറ്റെടുത്ത് നമുക്ക് നീങ്ങാൻ കഴിയണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ സർ, ഇവിടെ നമുക്ക് ഈ കാവുകളിലേക്കുള്ള കയ്യേറ്റം അത് പലപ്പോഴും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അകത്തൊരു നടപടികളെടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഒരുപക്ഷെ ഡോക്യുമെൻസിന് അഭാവമായിരിക്കും. ഇപ്പോൾ കംപ്ലയിൻസോ പോലീസ് കംപ്ലയിൻസോ ഒക്കെ വരുമ്പോൾ അതിനകത്തേക്ക് ഇടപെടുന്ന സാഹചര്യം വരുന്നു. അവിടെ അതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനായി മാറിപ്പോകുന്ന നിലയിലേക്ക് വരുന്നു. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് ഇതെല്ലാം ഇങ്ങനൊരു നിയമത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒന്നാണ്. ആ ഒരു നിയമത്തിലൂടെ ഇതിനൊരു പൂർണ്ണ സംരക്ഷണയിലേക്ക് നമുക്ക് കാവുകളുടെ സംരക്ഷണത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. ഗവൺമെൻറ് ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ചർച്ച അവസാനിപ്പിക്കുകയാണ്, പിൻവലിക്കുകയാണ്. വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് ഒരു ഹ്രസ്വ പ്രസ്താവന ചെയ്യാവുന്നതാണ്. മന്ത്രിക്ക് എന്തെങ്കിലും പറയാൻ പ്രസ്താവന ചെയ്യാവുന്നതാണ്. ചർച്ച തുടരുന്നില്ല. ഇല്ല, ചർച്ച അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ല, അവസാനിപ്പിച്ചു. അദ്ദേഹം അവസാനിപ്പിച്ചു. അത് സംബന്ധിച്ച് മന്ത്രിക്ക് അവസാനിപ്പിച്ചു. മന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളൊരു നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. കാവുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ബില്ല് നിയമസഭ പരിഗണിച്ച് പാസ്സാക്കേണ്ടതില്ല. ശ്രീ അനൂപ് ജേക്കബ്, അങ്ങ് ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ബില്ലിനെ അവതരണ അനുമതി നിഷേധിച്ചിരിക്കുന്നു. സഭയുടെ അനുമതിയോട് ഉപക്ഷേപം പിൻവലിച്ചിരിക്കുന്നു.